നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീയും നിന്റെ കുടുംബവും എല്ലാം കൂടെ വൃന്ദാവനം വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങുമെന്ന അവസ്ഥ വന്നപ്പോ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത് നിനക്ക് തന്ന ആ 9 ലക്ഷം, ഇപ്പൊ ആ 9 ലക്ഷം പലിശയും ചേർത്ത് 9,54,000. കുറച്ചു മാസങ്ങൾ കൂടി കഴിയുമ്പോ അത് 10 ലക്ഷം. എന്റെ മുതലും പലിശയും എന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കാദ്യം. എന്നിട്ട് മതി നെല്ലിശ്ശേരി വീട്ടിൽ നീയായിട്ട് പുതിയൊരു ഭരണഘടന ഉണ്ടാക്കുന്നതും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും. ചേച്ചി ഇവരുടെ ലക്ഷ്യത്തിന്റെ കണക്കൊക്കെ പറഞ്ഞാലേ ഇവരിപ്പോ തല കറങ്ങി വീഴും. ആദ്യം 9 ലക്ഷത്തിന് എത്ര പൂജ ഉണ്ടെന്ന് ചോദിക്കും. അതുപോലെ അറിയാൻ വഴിയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. എടുത്തി എടുത്തെന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കുന്ന? ഏയ്, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കായിരുന്നു. ശരിക്കും ആലോചിച്ചിട്ടും കാര്യമല്ല. അവന്റെ അടുത്തേയും അനുഖ്യം പറയുന്നത് ഞാൻ കേട്ടു. എടുത്തിക്കത് വല്ലാതെ വിഷമമായെന്ന് മനസ്സിലായി. നമ്മുടെ ഗതികേടിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? കടോ എന്ന് പറയുന്നത് വല്ലാത്തൊരു ബാധ്യത തന്നെയാ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് പെരുകുന്നതല്ലാതെ തീരുന്നില്ല. നീ കേട്ടില്ലേ അവന്തികയെ അനഘയെ അവിടെ നിന്ന് പറഞ്ഞത്? എന്റെ സ്വഭാവത്തിന് എന്റെ വീട്ടുകാരാരെയും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതാ. ഞാനും എന്റെ കുടുംബവും അവർക്ക് കടക്കാരായതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അന്ന് എല്ലാവരോടും പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്. അന്നത്തെ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ. അവന്തിക ഇങ്ങനെ ഒരു സഹായം ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയിട്ടാണോ? ഒരു കണക്കിന് അന്ന് അവന്തിക സഹായിച്ചത് നന്നായി. ഇല്ലേ, നിന്റെ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് അത് ഇതിനിടയ്ക്ക് സച്ചി അറിഞ്ഞേനെ. നിന്റെ ജീവിതത്തിനും കൂടി അതൊരു പ്രശ്നമായേനെ. ഇനി ഈ പണത്തിന്റെ പേരും പറഞ്ഞ് ആരും നമ്മളെ ഒന്നും പറയരുത്. ആ പൈസ നമുക്ക് നാളെ തന്നെ കൊടുത്തേക്കാം. എവിടുന്ന്? അന്ന് എന്താണോ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് അത് തന്നെ ചെയ്യാം. എന്റെ ആഭരണങ്ങളെല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അത് വിറ്റോ പണയം വെച്ചോ നമുക്ക് നാളെ തന്നെ പൈസ തിരിച്ചു കൊടുത്തേക്കാം. സച്ചി അറിഞ്ഞോ? സച്ചേട്ടൻ അറിഞ്ഞാലും എന്നെ ഒന്നും പറയില്ല. പിന്നെ ഞാൻ സച്ചേട്ടനോട് പറയാത്തത് എന്റെ വിവാഹ ആവശ്യത്തിനും കൂടി ചെലവാക്കിയ പൈസ ഈ കടം. അത് ഞാൻ എങ്ങനെയാ സച്ചേട്ടനോട് ചോദിക്കുന്നേ എന്ന് കരുതിയാ? പിന്നെ ആഭരണത്തിൽ പകുതിയും സച്ചേട്ടൻ വാങ്ങിത്തന്നതാ. എന്തൊക്കെയായാലും നമ്മുടെ നിവൃത്തിയുടെ എന്തിനാ ഭർത്താവാണെങ്കിൽ പോലും സച്ചേട്ടനെ അറിയിക്കുന്ന. അതുകൊണ്ട് തൽക്കാലം ഞാനത് സച്ചേട്ടനോട് പറയുന്നില്ല. എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അതിൽ നിന്നൊരു നയാ പൈസ പോലും കുറയാതെ നമ്മൾ നാളെ കൊടുത്തിരിക്കും. ഇത് അർച്ചന എടുത്തേക്ക് തരുന്ന വാക്കാ. അല്ലെങ്കിൽ ഇന്ന് ഏട്ടത്തി പറഞ്ഞ പോലെ നാളെ നമ്മുടെ അച്ഛനെയോ അമ്മയോ അനുപേണ്ണയോ ഒക്കെ അവർ പറയും. ഒരു കാര്യത്തിനും ഞാനും എൻ്റെ കുടുംബവും അവന്തിക എന്ന സ്ത്രീയുടെ മുമ്പിൽ തല താഴ്ത്തി കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എടുത്ത് ധൈര്യമായിട്ടിരിക്കുക. നാളെ ഈ സമയത്തിന് മുമ്പേ തന്നെ ആ വലിയ കടം അർച്ചന തന്നെ തീർക്കും. വാക്ക്. അവളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം. നെല്ലിശ്ശേരി വീട്ടിലെ എല്ലാവരെയും കൊല്ലണമെന്ന ലക്ഷ്യത്തോടെയാ അവന്തിക ഇപ്പൊ അവിടെ കഴിയുന്നത്. നന്ദനിൽ നിന്ന് തിരിച്ചടി കിട്ടി നിവർത്തി കെടുമ്പോ
എന്നോ ചെയ്യാനെന്ന പകപോക്കൽ ഇപ്പൊ എന്തുകൊണ്ടായിക്കൂടാന്ന് അവന്തിക ചിന്തിച്ചാൽ ചിലപ്പോ ആ നിമിഷം നമുക്ക് അവളെ തടയാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ഇതെല്ലാം എല്ലാവരെയും അറിയിക്കണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെയാകുമ്പോ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുകയും ചെയ്യും. എല്ലാം എല്ലാവരും അറിയിക്കണമെന്ന് പറയുന്നിടത്ത ഡോക്ടർ എൻ്റെ പേടി. ബാക്കിയുള്ളവരൊക്കെ ഒരു ഞെട്ടലിന് മാത്രം കേൾക്കുന്ന ഈ കാര്യം അച്ഛൻ്റെ ചെവിയിലെത്തുമ്പോൾ അതെങ്ങനെയായി മാറുമെന്ന് വലിയൊരു പേടിയുണ്ട് എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാ ഞാനും ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചത്. അവൻ്റെ അടുത്തെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട് പാവം നമ്മുടെ അച്ഛൻ. എല്ലാം ഒറ്റയടിക്ക് കേട്ടാ എങ്ങനെ പ്രതികരിക്കുന്നോ, അച്ഛൻ്റെ മാനസികാവസ്ഥ എന്തായി തീരുമെന്നൊന്നും അറിയില്ല. ഇപ്പോഴുള്ള നന്ദേട്ടൻ്റെ പെരുമാറ്റത്തിലൂടെ ചിലപ്പോൾ ഏട്ടത്തിൽ നന്നായെങ്കിലോ, ഒന്നും ചെയ്യാനാവാതെ പകയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞാലോ. അതുകൊണ്ട് അർച്ചന പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അവന്തികയോടൊപ്പം ഇനിയൊരു ജീവിതം എനിക്കില്ല അർച്ചനെ. അർച്ചനയും സന്ധ്യയും അവന്തിക ചെയ്തതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഉള്ളൂ, അനുഭവിച്ചിട്ടില്ല. എന്നാ അതെല്ലാം അനുഭവിച്ച ആളാ ഈ ഞാൻ. എനിക്കൊരിക്കലും അവളോട് ക്ഷമിക്കാനാവില്ല. അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നതിന്റെ ഉദ്ദേശം തന്നെ എല്ലാരെയും കൊല്ലാനാ. അങ്ങനെയുള്ളവളെ എന്തു പറഞ്ഞാണ് നമുക്ക് നന്നാക്കാൻ പറ്റുന്നത്? നന്ദന്റെ അർച്ചനയുടെയും യുക്തിക്കനുസരിച്ച് ഓരോന്ന് ചെയ്താൽ മതി. അവന്തികയെ സൂക്ഷിക്കണമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. അറിയാ സന്ധ്യ, ഇത്രയും നാളെ ഞാൻ അനുഭവിച്ചതൊക്കെ ഇനിയാണ് അവന്തിക തിരിച്ചനുഭവിക്കാൻ പോകുന്നത്. അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തതും കൊല്ലരുതെന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചതും അവളെ എല്ലാം അറിയിക്കാൻ വേണ്ടി തന്നെയാ. എല്ലാത്തിൻ്റെ അവസാനം എന്താവുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.